ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കാണുന്ന വെയിൽ ടെയിൽ സീബ്രയും അതിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് വെയിൽ ടെയിൽ സീബ്ര എന്ന് നമ്മൾ നോക്കാം. വെയിൽ ടെയിൽ സീബ്ര നമ്മുടെ സീബ്രയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ രണ്ട് ചിറകുകൾ നല്ല നീളമായിരിക്കും, പിന്നെ നല്ല ഭംഗിയുമാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ ഒരു ഇതൊക്കെ നല്ല രീതിയിൽ ഫേമസ് ആയി വരുന്നൊരു ബ്രീഡാണ്. ഇതിൻ്റെ ബ്രീഡിങ് നമ്മൾ സാധാ സീബ്രയുടെ ബ്രീഡിങ് പോലെ തന്നെയാണ്. നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് ഒരു ബ്രീഡിങ് കേജ് വേണം, പിന്നെ നല്ല എഗ്ഗ് ലോഡായ ഫീമെയിലും പിന്നെ സാധാരണ നല്ലൊരു മെയിലും വേണം. ബ്രീഡിങ് കേജ് മസ്റ്റാണ്, ഇല്ലെങ്കിൽ മുട്ടയിട്ട ഉടനെ തന്നെ ഇതിൽ മുട്ടയെ കഴിച്ച് കളയും. മുട്ടയിട്ട ഉടനെ തന്നെ ബ്രീഡിങ് കേജിൻ്റെ ഗ്യാപ്പിലൂടെ മുട്ട ടാങ്കിലേക്ക് പോയി ഹാച്ചാവുന്നതാണ്. 2 ദിവസം ആകുമ്പോൾ തന്നെ മുട്ടകൾ ഏകദേശം ഹാച്ചാവും. 3-ാമത്തെ ദിവസം ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ഏകദേശം ഫ്രീസുമായി തുടങ്ങും. ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അകത്ത് തന്നെ ഏകദേശം നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഹാച്ചായി കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അകത്ത് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആളുകൾ അതിൻ്റെ അകത്ത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഹാച്ചായ ഉടനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് ഭക്ഷണമായിട്ട് കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മൾ പൗഡർ രൂപത്തിലുള്ള ഫുഡും പിന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ മൊയിന അതേപോലത്തെ ഫുഡൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് പോകുന്നതാണ് നമ്മുടെ ചെറിയൊരു കുഞ്ഞ്. ഇതേപോലെ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ട്. അതായത് സൈഡിൽ ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കാണുന്നത് കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ അടിയിലോട്ടൊക്കെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ നമ്മൾ വേറൊരു ബോക്സിൽ കണ്ടാകും. ഏകദേശം കുറച്ച് സൈസുണ്ട്, വളർന്ന് കിട്ടിയിട്ടുള്ളതാണ്, കുറച്ച് സൈസുള്ളതൊക്കെയാണ്. ഇത് ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ കുഞ്ഞാണ്. ഇതിനിപ്പോൾ വെയിൽ ടെയിലിനെ പോലെ വലിയ ചിറവൊന്നുമില്ല. വളർന്നു വരുന്നതിനനുസരിച്ച് ആ വെയിൽ ടെയിൽ നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നതാണ്. അത് കുഞ്ഞ് കാണാൻ സാധാ സീബ്രയെ പോലെയാണ്. നമ്മളിതിനെ വേറെ ടാങ്കിലോട്ടും മാറ്റിയിട്ടുണ്ട്, ഓരോ കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ട്. ഇതിലൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആൽഗകളും പിന്നെ മെയിനായിട്ട് മൊയിനകളും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാ സീബ്രയുടെ കുഞ്ഞ് കണ്ടില്ലേ, ആ ഓറഞ്ച്, അതും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കൂടെ വളർന്നു വരാൻ വേണ്ടി നല്ല രീതിയിൽ സെപ്പറേറ്റ് ആക്കി ഇട്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ബൈ.